ഇത്രയും വീടുള്ള വീടുകൾ അല്ലേ? എല്ലാവരും പുള്ളി മാത്രം ഉണ്ടല്ലോ. ഞങ്ങളൊന്ന് എല്ലാരും ഒന്ന് കാണാൻ വന്നേ. ട്യൂഷൻ പഠിക്കാൻ വന്നേണോ? ക്ലാസ്സായല്ലോ. ഏത് ക്ലാസ്സിലാ എല്ലാരും? രണ്ടുമുണ്ട് ഇവിടെ. രണ്ടുമുണ്ട്. രണ്ടുണ്ട്, മൂന്നുണ്ട്, നാലുണ്ട്. എല്ലാരും ഒരുമിച്ച് എങ്ങനെ പഠിപ്പിക്കണ്ടേ? അഡ്ജസ്റ്റ്മെന്റ് പോവാ. എല്ലാരും ഒരുമിച്ച് കാണാൻ പറ്റിയല്ലോ. ഏതൊക്കെ സ്കൂളുണ്ട്? കുഴപ്പമില്ല. ഏതാ ഫ്രെയിംസോ? സെന്റ് ഫ്രെയിംസ്. അതെവിടെയാ? മാങ്ങാന. എല്ലാരെയും കണ്ട സന്തോഷം. വീട്ടിൽ ചെന്ന് പറയാം MLA ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയാം. പറയോ? വീട്ടിൽ പറയൂ. എന്ത് പറയും? ജോർജിയല്ലേ അല്ലേ? ഇയാളോ? ആഹാ, പുതിയ താമസക്കാരനാണ്. പേരെന്നാ കുഞ്ഞിന്റെ? എല്ലാരും നാണക്കാരാ തോന്നുന്നത്. മോത്ത് നോക്കുന്നില്ല. അപ്പൊ നന്നായിട്ട് പഠിക്കുക. അതറിയാലോ, ഇപ്പൊ ഒരു പ്രശ്നമുള്ളത് അറിയാലോ. ഡ്രഗ്സ് കാര്യം നടക്കും. ഡ്രഗ്സ് എന്താ അറിയോ? കഞ്ചാവ്, മയക്കുമരുന്ന്, LSD. ഈ ലോകത്തില്ലാത്ത സാധനമൊന്നുമില്ല, എല്ലാം ഉണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ ഇത് മുട്ടായി കൊടുക്കുന്നവർ കൊടുത്തുകൊണ്ടിരിക്കുക. അതിനെതിരെ ഒരു ക്യാമ്പയിനും കൂടെ നമ്മൾ നടത്തുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സ്പോർട്സിന് ഒത്തിരി പ്രാധാന്യം ഞാൻ MLA ആയതിനു ശേഷം കൊടുക്കുന്നത്. നമുക്ക് കുട്ടികളെ ഓവറോൾ ഹെൽത്ത്, അതിനകത്ത് മെൻ്റൽ, ഫിസിക്കൽ എല്ലാം വെൽബീയിങ്ങും ഉണ്ട്. അപ്പോൾ സ്പോർട്സ് കളിക്കാൻ നമുക്ക് ഒത്തിരി ഗുണങ്ങൾ, അതിൻ്റെ പോസിറ്റീവ് സൈഡ്സ് ഉണ്ട്. അപ്പോൾ സ്പോർട്സിൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക, പഠിക്കുക, എക്സ്ട്രാ കരിക്കുലർ പങ്കെടുക്കുക. പിന്നെ പരാജയപ്പെടുന്നത് ഭയക്കാതിരിക്കുക. ഫെയിലിയർ, അത് ആരെങ്കിലും നോ പറയുക, നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല എന്ന് പറഞ്ഞ് അതിലൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട. നമുക്ക് എപ്പോഴും നമ്മുടെ പുതിയ കാര്യങ്ങൾ വരും. നമ്മൾ പരാജയപ്പെട്ടാൽ അടുത്ത ജയിക്കും. അപ്പം ഫെയിലിയർ കൂടെ പഠിക്കണം. നമ്മൾ സക്സസ് മാത്രമേ പഠിക്കുന്നുള്ളൂ. സക്സസിനോടൊപ്പം ഫെയിലിയറും കൂടെ പഠിക്കാൻ നമുക്ക് ഫെയിലിയറിൽ നിന്നാണ് അടുത്ത കരുത്ത് കിട്ടുന്നത്, സ്ട്രെങ്ത് കിട്ടുന്നത്. അപ്പോൾ ഫെയിൽ ചെയ്യുന്ന മനുഷ്യനാണ് ഏറ്റവും കൂടുതൽ ശക്തി വരുന്നത്. ഏബ്രഹാം ലിങ്കനെ കുറിച്ച് എത്ര പേര് കേട്ടിട്ടുണ്ട്? ഏബ്രഹാം ലിങ്കൻ ആരാന്നറിയോ? ആരാ? എന്നത്തെ? നിങ്ങൾ കേട്ടിട്ടില്ല ആരും? ഇപ്പൊ പുള്ളി അമേരിക്കയുടെ പ്രസിഡന്റായിരുന്നു. അദ്ദേഹം ചെയ്ത ഒരു കാര്യം എന്ന് വെച്ചാൽ സ്ലേവറി അവസാനിപ്പിച്ചത് പുള്ളിയാണ്. പക്ഷെ പുള്ളിയുടെ ജീവിതത്തിൽ മൊത്തം ഫെയിലിയർ ആയിരുന്നു. ഓക്കെ, പക്ഷെ ഒറ്റ ഇലക്ഷനെ പുള്ളി ജയിച്ചുള്ളൂ. ആ ഇലക്ഷനാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇലക്ഷൻ. എല്ലാ ഇലക്ഷനും തോറ്റു, പക്ഷെ പുള്ളി അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു. ഒറ്റ ഇലക്ഷൻ ജയിച്ചിട്ടുള്ളൂ. അപ്പൊ ആ ഇലക്ഷൻ അമേരിക്കൻ പ്രസിഡന്റ്. അപ്പൊ ഫെയിലിയറിനെ പേടിക്കണ്ട. ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ പോകാൻ സമയമായി. ബൈ. ഒന്നും വേണ്ട, ചായ കുടിക്കുകയും പോട്ടെ.